ദേശീയപാത 66-ൽ രാമനാട്ടുകര പൊന്നാനി മേഖലയിൽ വെട്ടിച്ചിറയിലാണ് മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ. ടോൾ പ്ലാസ ഒഴിവാക്കി കടന്നുപോകാൻ 5 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റ് വഴികൾ ഒന്നുമില്ല. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ടോൾ പ്ലാസയ്ക്ക് 3 കിലോമീറ്റർ അകലെ പുത്തനത്താണിയും വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്നവർക്ക് 2 കിലോമീറ്റർ അകലെ കഞ്ഞിപ്പുരയിലും മാത്രമാണ് എക്സിറ്റ് പോയിന്റ് ഉള്ളത്. ഇത് കഴിഞ്ഞാൽ യു ടേൺ എടുക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ദൂരത്തേക്ക് യാത്ര ചെയ്യുന്നവർ പോലും ടോൾ നൽകേണ്ടതായി വരും. ഈ മാസം പകുതിയോടെ ടോൾ ഈടാക്കി തുടങ്ങുമെന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ മേഖലയിൽ നിന്നും CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിർമ്മാണം 90% പൂർത്തിയാക്കിയ ദേശീയപാത 66-ലെ രാമനാട്ടുകരയ്ക്കും പൊന്നാനിക്കും ഇടയിലുള്ള ടോൾ ബൂത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളാഞ്ചേരി വെട്ടിച്ചിറയിലാണ് മലപ്പുറം ജില്ലയിലെ ഈ ടോൾ ബൂത്ത്. എന്നു മുതൽ ഈ ടോൾ ബൂത്ത് പ്രവർത്തനം തുടങ്ങുമെന്നോ എത്ര രൂപയായിരിക്കും ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾ നൽകേണ്ടി വരിക എന്നോ കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പങ്കുവെക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഈ ടോൾ ബൂത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ, അതായത് കോഴിക്കോട് ഭാഗത്തേക്കും വളാഞ്ചേരി ഭാഗത്തേക്കും 5 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയും എക്സിറ്റ് പോയിന്റുകൾ ഇല്ല എന്നുള്ളതാണ്. ഒരു വാഹനം പുത്തനത്താണിയിൽ നിന്നും ഹൈവേയിലേക്ക് കയറിയാൽ ടോൾ ബൂത്തിലൂടെ കടന്നു പോയേ തീരൂ. അതിനു മുൻപ് അവർക്ക് പുറത്തിറങ്ങാൻ മറ്റൊരു വഴിയില്ല. ഇനി തിരിച്ച് വളാഞ്ചേരി ഭാഗത്തുകൂടെ വരികയാണെങ്കിലും അതാണ് അവസ്ഥ. കഞ്ഞിപ്പുരയാണ് ആ ഭാഗത്തുള്ള ഏക എക്സിറ്റ് പോയിന്റ്. ചുരുക്കം പറഞ്ഞാൽ മറ്റ് ടോൾ ബൂത്തുകളെ സംബന്ധിച്ച് പാലിയേക്കരയാവട്ടെ മറ്റിടങ്ങളിലാവട്ടെ അവിടെയെല്ലാം തന്നെ ടോൾ ബൂത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒന്നിലധികം എക്സിറ്റ് പോയിന്റുകൾ ഉണ്ടെങ്കിൽ വെട്ടിച്ചിറ ടോൾ ബൂത്തിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയും എക്സിറ്റ് പോയിന്റുകളില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതുവഴി കടന്നു പോകുന്നവരെല്ലാം ടോൾ കൊടുത്ത് കടന്നു പോയേ മതിയാകൂ. പുത്തനത്താണിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ കോഴിക്കോട് ഭാഗത്ത് 3 കിലോമീറ്റർ അകലെ ഈ പോയിന്റാണ് ഇവിടുത്തെ ഏക എക്സിറ്റ്. ഈ വഴിയിലൂടെ പുറത്തു കിടന്ന് സർവീസ് റോഡിലൂടെ കടന്നുപോയാൽ വെട്ടിച്ചിറയിൽ നിന്നും കാടാമ്പുഴ വഴി കാവുംപുറത്തൂടെ വളാഞ്ചേരിയിലെത്താൻ കഴിയും. അതല്ലെങ്കിൽ ഈ വഴി പുറത്തു കടന്നില്ലെങ്കിൽ വെട്ടിച്ചിറ ടോൾ പ്ലാസയിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോയേ തീരൂ. കാരണം പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. വാഹനം തിരിച്ച് മറ്റൊരു വഴിയിലൂടെ കടന്നു പോകാനും സാധിക്കില്ല. ഇതാണ് വെട്ടിച്ചിറ ടോൾ പ്ലാസയ്ക്ക് മുൻപുള്ള ഏക എക്സിറ്റ് പോയിന്റ് കോഴിക്കോട് ഭാഗത്ത് വരുന്നവർക്കുള്ളത്. ദേശീയപാത 66-ലെ കഞ്ഞിപ്പുരയിലെ എക്സിറ്റ് പോയിന്റ് അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അതായത് വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇവിടെ നിന്നും 2 കിലോമീറ്റർ ദൂരെയാണ് ടോൾ പ്ലാസ ഉള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇതൊരു എൻട്രി എക്സിറ്റ് പോയിന്റ് ആണ്. അതായത് ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് ടോൾ പ്ലാസ എത്തുന്നതിന് മുൻപ് പുറത്തു കിടക്കാനുള്ള ഏക വഴിയും ഇതുമാണ്. അതിനൊപ്പം തന്നെ വളാഞ്ചേരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് കടക്കുന്ന വഴിയും ഇതാണ്. അപ്പോൾ ഒരു അപകട മേഖല കൂടിയാണ് ഈ ഒരു കഞ്ഞിപ്പുരയിലെ എൻട്രി എക്സിറ്റ് പോയിന്റ് ആയിട്ടുള്ള ഈ ഒരു മേഖല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വട്ടപ്പാറയിലെ പുതിയ ഹൈവേ കടന്നു പോകുന്ന വഴി അവിടെ പുതിയ സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ എല്ലാ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് എൻട്രി എക്സിറ്റ് പോയിന്റ് ആയിട്ട് ഈ ഒരു മേഖല മാറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ദേശീയപാതയിൽ ഇവിടെ നിന്നും ഈ സർവീസ് റോഡിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ടോൾ പ്ലാസ വഴി മാത്രമേ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. നിലവിലെ സംവിധാനത്തിന് കീഴിൽ കോടികൾ മുടക്കി റോഡ് നിർമ്മിക്കുന്നവർക്ക് ചുങ്കം ഈടാക്കാനുള്ള അവകാശമുണ്ട്. അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒന്നുമാണ്. പക്ഷേ
സാധാരണക്കാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുണ്ട്. അത് നിഷേധിക്കുന്നത് സാങ്കേതികമായിട്ടാണോ മനഃപൂർവ്വമായിട്ടാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതൊരിക്കലും ടോൾപാതയ്ക്ക് എതിരായിട്ടുള്ള ഒരു ചിത്രീകരണമല്ല, മറിച്ച് സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ലഭിക്കില്ല എന്ന് കാണിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം മാത്രമാണ്. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.